ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ലക്ഷ്മണ സ്വാന്തനം എന്ന ചാപ്റ്ററാണ് സ്കൂൾ കൂട്ടുന്നതിന് മുമ്പ് എടുത്തതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മറന്നിട്ടുണ്ടാവാം അല്ലേ? അപ്പോൾ കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നതിൽ നിന്ന് എടുത്തതാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ലക്ഷ്മണ സ്വാന്തനം. അപ്പോൾ മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് മുഴുവൻ പേര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ്. അദ്ദേഹം 700-ാം അല്ലെങ്കിൽ 800-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിൽ, അതായത് 16-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് കരുതപ്പെടുന്നു. ഭക്തിരസത്തിലൂടെ അല്ലെങ്കിൽ ഭക്തി മാർഗത്തിലൂടെ ജനങ്ങളുടെ മാറ്റം ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പം ഭക്തി മാർഗത്തിലൂടെ ജനങ്ങളെ മാറ്റിയെടുക്കുക എന്ന ചരിത്ര ദൗത്യമാണ് എഴുത്തച്ഛൻ തൻ്റെ കൃതിയിലൂടെ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ട് എന്നതിനെക്കുറിച്ച് ചെറിയൊരു ഭാഗമാണ് ലക്ഷ്മണ സ്വാന്തനം. അതായത് ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കോപിഷ്ഠനായി നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും കൊല്ലാനുള്ള അല്ലെങ്കിൽ രാജ്യം മുഴുവൻ ചുട്ടു ചാമ്പലാക്കാനുള്ള, മുന്നിൽ കാണുന്നത് എന്തും ചാമ്പലാക്കാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്ന ലക്ഷ്മണനെ ഉപദേശിക്കുന്നതാണ് ലക്ഷ്മണനെ ഉപദേശിക്കുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. അപ്പം ലക്ഷ്മണൻ എന്ന ലക്ഷണമൊത്തവൻ എന്നാണ് അർത്ഥം. സ്വഭാവത്തിലും രൂപത്തിലും സൗന്ദര്യത്തിലും എല്ലാം ലക്ഷണമൊത്തവൻ എന്നാണ് അർത്ഥം. അപ്പം രാമൻ പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിനു കൂടി പകർത്താൻ പറ്റുന്ന ഒന്നാണ്. ലക്ഷ്മണനെ പോലെയുള്ള ധാരാളം ലക്ഷ്മണന്മാരും ഇന്നത്തെ സമൂഹത്തിലുണ്ട്. അപ്പോൾ കോപം എന്ന് പറയുന്നത് നമ്മുടെ നാശത്തിലേക്ക് നയിക്കുന്ന വികാരമാണ്. കോപത്തിന് അടിമപ്പെടുന്നവരൊന്നും നേടാനാവുന്നില്ല. അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം വളരെ നിസ്സാരമാണ്, അല്ലെങ്കിൽ ക്ഷണികമാണ്, നശ്വരമാണ്. ഇതൊക്കെ അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെ ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന സൗന്ദര്യമോ പണമോ സമ്പത്തോ രാജ്യമോ ധനമോ എന്തുണ്ടായിട്ടും കാര്യമെല്ലാം എല്ലാം നശ്വരമാണ്, അല്ലെങ്കിൽ നശിച്ചു പോകുന്നതാണ്, ക്ഷണികമാണ്. പിന്നെ എന്തിനാണ് കോപാകുലനാവുന്നത്? അല്ലെങ്കിൽ കോപം വെടിഞ്ഞ് മറ്റുള്ള ജീവികളോട്, സഹജീവികളുടെ സ്നേഹത്തോടെ ജീവിക്കുമ്പോഴാണോ യഥാർത്ഥ മനുഷ്യനായി തീരുന്നത് എന്നുകൂടി രാമൻ ഇതിലൂടെ ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ രൂപസാദൃശ്യത്തിലും സൗന്ദര്യത്തിലും സ്വഭാവത്തിലുമെല്ലാം പൂർണ്ണമായ അവസ്ഥയുടെ ലക്ഷണമൊത്തമാണ് ലക്ഷ്മണൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അധ്യാത്മരാമായണത്തിലെ ശ്രീരാമൻ്റെ സഹജനായ അല്ലെങ്കിൽ സഹോദരനായ ഭരതനെ, കൈകേയിയുടെ മകനായ ഭരതനെ രാജാവാക്കുന്നറിഞ്ഞ് കോപിഷ്ഠനായ ലക്ഷ്മണൻ പ്രപഞ്ചത്തെയാകെ, ഈ ലോകത്തെ മുഴുവൻ അല്ലെങ്കിൽ പ്രപഞ്ചത്തെയാകെ സംഹരിക്കാൻ മീൻസ് ഇല്ലാതാക്കാനുള്ള കോപാവേശത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ ഒരു ലക്ഷ്മണൻ കാണുന്നത് വനവാസത്തിന് കാരണക്കാരിയായ, അല്ലെങ്കിൽ രാമനെ വനവാസത്തിലേക്ക് അയക്കാൻ കാരണക്കാരിയായ കൈകേയിയുടെ പുത്രനായ ഭരതൻ എന്താ പറയുക, ഭരതൻ രാമനെ മടക്കിക്കൊണ്ടു പോകാനായി എത്തുന്നു. രാമൻ തൻ്റെ സഹോദരനായ രാമനെ, അതായത് രാജാവിൻ്റെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ തലമുറ പ്രകാരം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ രാജനീതി അനുസരിച്ച് ആരാണോ മുതിർന്ന പുത്രൻ അവനെയാണ് രാജാവാക്കുക. അതായത് രാമനെയാണ് രാജാവാക്കുന്നത്, രാജാവായിരിക്കുന്നത്. പക്ഷേ ഭരതൻ്റെ ഭാര്യയായ കൈകേയിയുടെ കുതന്ത്രപ്രകാരമാണ് ഭരതനെ രാജാവാക്കുന്നതിൽ പ്രതിഷ്ഠനായ ലക്ഷ്മണനോട് രാമൻ പറയുന്നതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള, സമാശ്വസിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ലക്ഷ്മണ സാഗരം. ഇവിടെ ഭരതനിൽ നിന്ന് അല്ലെങ്കിൽ രാമനിൽ നിന്ന് വരുന്ന വാക്കുകൾ ഈ നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള, ഈ ലോകത്തിലുള്ള ആധുനിക തലമുറയിലുള്ള ലക്ഷ്മണന്മാർക്കുള്ള ഒരു ഉപദേശം കൂടിയാണ്. ലോകത്തെ സംഭരിക്കാനായി ചിന്തിച്ച് ബുദ്ധികെട്ട് നടക്കുന്ന വർത്തമാന കാലത്തിലുള്ള ലോകത്തിനുള്ള ഒരു ഉപദേശം കൂടിയാണ് രാമൻ്റെ വാക്കുകൾ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, പ്രിയപ്പെട്ട സഹോദര ലക്ഷ്മണ കുമാര, ഞാൻ പറയുന്നത് നീ കൊടുക്കൂ. എന്താണ് പറഞ്ഞത്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം, ഈ വികാരങ്ങളാണ് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഏതൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. മതം മീൻസ് അഹങ്കാരം എന്നാണ് അർത്ഥം. അപ്പം കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നീ വികാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മാത്സര്യം എന്നീ വികാരങ്ങൾ നമ്മൾ
ഉപേക്ഷിക്കണം, നീ എൻ്റെ വാക്കുകൾ കേൾക്കണം എന്നാണ് രാമൻ ലക്ഷ്മണനോട് പറയുന്നത്. നിൻ്റെ പരമാർത്ഥം, അതായത് നിൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ നീ നിൻ്റെ ജീവനേക്കാളേറെ നീ എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം, എത്രത്തോളം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. നിൻ്റെ പരമാർത്ഥം അല്ലെങ്കിൽ നിനക്ക് എന്നോടുള്ള സ്നേഹം ഞാൻ മുമ്പ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് രാമൻ വളരെ വാത്സല്യത്തോടും വളരെ സ്നേഹമുള്ളവനാണ്. നിന്നാൽ സാധിക്കാൻ കഴിയാത്ത ഒരു കർമ്മവും ഈ ലോകത്തിലില്ല. നീ അത്രയ്ക്കും നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് നിനക്ക് എത്രത്തോളം സ്നേഹം എന്നോടുണ്ട് എന്ന് നീ പറയാതെ തന്നെ മുൻകൂട്ടി അറിഞ്ഞവനാണ് ഞാൻ. നിന്നെ കൊണ്ട് സാധിക്കാത്തത് ഈ ഭൂമിയിൽ ഒന്നുമില്ല. നിശ്ചയമായും ലക്ഷ്മണൻ ഇത് മനസ്സിലാക്കണം. ഒരു കാര്യം മനസ്സിലാക്കണം, കോപത്തിൽ അടിമപ്പെട്ടിട്ട് സംഹരിക്കാൻ പോകുന്നതിന് മുൻപ് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. എന്താണ് പറഞ്ഞത് നോക്കൂ. യുക്തമല്ലെങ്കിൽ അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന രാജ്യവും ധനവുമെല്ലാം, നമ്മുടെ രാജ്യവും ശരീരവും ഈ ലോകവും ധാന്യവും ധനവും അല്ല, നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാം നമുക്ക് ഉപയുക്തമല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അല്ലെ, ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ നിരർത്ഥകമാണ്, അർത്ഥമില്ലാത്തതാണ്. അപ്പം ഈ മുന്നിൽ കാണുന്ന നമ്മുടെ സമ്പത്തും ഈ ലോകവും നമ്മുടെ രാജ്യവും ധനവും സമ്പത്തും എല്ലാം നമുക്ക് ഉപയുക്തമല്ലെങ്കിൽ അവ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തവയാണെങ്കിൽ എത്ര തന്നെ ഉണ്ടായിട്ടും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് പറയുന്നത്. യുക്തമാകില്ല, അതുകൊണ്ട് എന്ത് ഫലമാണ് നമുക്കുള്ളത്? സുഖങ്ങൾ അദ്ദേഹം പറയുന്നു മിന്നൽ പിണർ പോലെയാണ്. മിന്നൽ എന്ന് പറയുന്നത് പെട്ടെന്നാണ് ഇത് മിന്നൽ ഉണ്ടാകുന്നത്. നമുക്ക് ഒരാളെ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല, അത്രയ്ക്കും ക്ഷണികമാണ്, നിമിഷ നേരം കൊണ്ട് അത് അപ്രത്യക്ഷമാകുമ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് മിന്നൽ പിണർ പോലെയാണ്. വളരെ ക്ഷണികമാണ്, നൈമിഷികമാണ്, നശ്വരമാണ്, നശിച്ചു പോകുന്നതാണ്, ക്ഷണികമാണ്, ചഞ്ചലമാണ്. മിന്നൽ പിണർ പോലെ ചഞ്ചലമാണ്. സുഖങ്ങൾക്ക് പിന്നാലെ പായുന്ന മനുഷ്യൻ്റെ ആയുസ് വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നു? നഷ്ടമാകുന്നു. അല്ലേ എന്ന് രാമൻ ലക്ഷ്മണനെ മനസ്സിലാക്കി കൊടുക്കുന്നു. അത് എങ്ങനെയാണ് പറയുന്നത്? ചുട്ടുപഴുത്ത ലോകത്തകിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു തുള്ളി വെള്ളം വീഴുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്നത്, അതേപോലെ ക്ഷണികമാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം. അല്ലേ, ചുട്ടുപഴുന്ന ഒരു ഇരുമ്പ് തണ്ടിലേക്ക് ഒരു തുള്ളി വെള്ളം വീണാൽ അത് ക്ഷണനേരം കൊണ്ട് അപ്രത്യക്ഷമാകും. അതേപോലെയാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം. പിന്നെ ഒന്നുകൂടി പറഞ്ഞതാണ് മിന്നൽ പിണർ പോലെയാണ്. അല്ലേ, എങ്ങനെയാണോ മിന്നൽ ഉണ്ടാവുന്നത് അത്രയ്ക്കും ക്ഷണികമാണ്, കുറച്ച് നിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ചുട്ടുപഴുത്ത ഇരുമ്പ് തണ്ടിലേക്ക് ഒരു തുള്ളി വെള്ളം വീണാൽ നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമാകുന്നു. അതേപോലെയാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്, നശ്വരമാണ്, നശിച്ചു പോകുന്നതാണ്, ശാശ്വതമല്ല. അല്പകാലം മാത്രം നിലനിൽക്കുന്നതാണ് എന്ത്? മനുഷ്യജന്മം എന്ന് പറയുന്നത് അല്പകാലം മാത്രം നിലനിൽക്കുന്ന ഒന്നാണ്. പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ മരിക്കാൻ നേരത്തിൽ തവളയ്ക്ക് എന്താണ്? ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ജിജ്ഞാസയുണ്ട്. അപ്പോൾ പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലമാവുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട ലോകവും എന്ത് തേടുന്നു? സുഖങ്ങൾ തേടുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള എങ്ങനെയാണോ ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത്, അതേപോലെ കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട ലോകവും എന്ത് തേടുന്നു? സുഖങ്ങൾ തേടുന്നു. പിന്നെ പുത്രൻ, സുഹൃത്ത്, ഭാര്യ എന്നിവരോടൊത്തുള്ള ജീവിതം അല്പകാലം മാത്രമുള്ളതാണ്. അല്ലേ, നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികളുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, സഹോദരനുണ്ട്, അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. അല്ലേ, ഇവരോടൊത്തുള്ള ജീവിതം വളരെ ക്ഷണികമാണ്, അല്പകാലം മാത്രമുള്ളതാണ് എന്ന് നീ മനസ്സിലാക്കണം. അതിനെ ഉപമിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ച് നമ്മളുടെ ബന്ധുമിത്രാദികളുടെ കൂടെ നമ്മൾ ജീവിക്കുന്നത് എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? വഴിയാത്രക്കാർ വഴിയമ്പലത്തിൽ ഒത്തുചേർന്ന് കഥകൾ പറഞ്ഞ് പ്രഭാതത്തിൽ പിരിഞ്ഞു പോകുന്നത് പോലെ തുല്യമാണ്. വഴിയാത്രക്കാർ വഴിയമ്പലത്തിൽ ഒത്തുചേർന്ന് ക്ഷീണമകറ്റി വേർപിരിയുന്നത് പോലെ. നേരെ പ്രഭാതമായവരൊക്കെ വേർപിരിഞ്ഞു പോകും. അതേപോലെയാണ് ഈ ഭൂമിയിലെ ജീവിതം. നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുന്നു, അവരുടെ കൂടെ കുറച്ചു കാലം ജീവിക്കുന്നു, അതിനുശേഷം നമ്മൾ പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഇതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. വഴിയാത്രക്കാർ വഴിയമ്പലത്തിൽ ഒത്തുചേർന്ന് ക്ഷീണമകറ്റി പിരിഞ്ഞു പോകുന്നത് പോലെയും പിന്നെ നദിയുടെ ഗതിക്കനുസരിച്ച് ഒഴുകുന്ന തടിക്കഷ്ണങ്ങൾ, ലോകത്തിൻ്റെ ഗതിക്കനുസരിച്ചിട്ടാണ് നമ്മളുടെ ജീവിതം. അല്ലേ, അപ്പോൾ നദിയുടെ ഗതിക്കനുസരിച്ച് ഒഴുകുന്ന തടിക്കഷ്ണം പോലെയുമാണ്, പോലെയും അസ്ഥിരമാണ്, സ്ഥിരതല്ല. അല്ലേ, അപ്പോൾ നദിയിൽ ഒഴുകുന്ന തടിക്കഷ്ണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിങ്ങനെ ഒഴുകുമ്പോഴേക്കും അത് സ്ഥിരമായി വെള്ളത്തിൽ നിൽക്കില്ല, അസ്ഥിരമാണ്, സ്ഥിരമല്ല, അസ്ഥിരമാണ്. അല്ലേ,
അസ്ഥിരമാണ് ഈ ലോക ജീവിതവും നമുക്ക് എന്താണ് അസ്ഥിരമാണ്. അപ്പോൾ എങ്ങനെയാണോ തടി കഷ്ണം നദിയുടെ ഗതിക്കനുസരിച്ച് ഒഴുകുന്ന തടി കഷ്ണം പോലെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നശ്വരമാണ്, നശിച്ചു പോകുന്നതാണ്, ക്ഷണികമാണ്, അത് അസ്ഥിരമാണ്. ഈ ലോക ജീവിതം ഐശ്വര്യം, സമ്പത്ത്, യൗവനം എന്നിവ മനുഷ്യർക്ക് സ്ഥിരമായി നിലനിൽക്കില്ല. ഐശ്വര്യം എന്ന് നിലനിൽക്കോ? ഇല്ല. യൗവനം, സമ്പത്ത്, അപ്പോൾ ഐശ്വര്യവും സമ്പത്തും യൗവനവും നിലനിൽക്കുകയില്ല. എന്താണ് ഐശ്വര്യം, സമ്പത്ത്, യൗവനം? ഈ 3 കാര്യങ്ങൾ മനുഷ്യന് നിലനിൽക്കാത്തതാണ്. ഐശ്വര്യവും സമ്പത്തും യൗവനവും സ്ഥിരമല്ല. മനുഷ്യർക്ക് സ്ഥിരമാണോ? അല്ല. സമ്പത്ത് നിലനിൽക്കില്ല, ഐശ്വര്യം നിലനിൽക്കുന്നില്ല, യൗവനം നിലനിൽക്കുന്നില്ല. അല്ലേ? അതൊന്നും നശ്വരമാണ്, നശിച്ചു പോകുന്നത്, അസ്ഥിരമാണ്, സ്ഥിരമില്ലാത്തതാണ് എന്നാണ് പറയുന്നത്. അതേപോലെ ഭാര്യയോടും കുടുംബത്തോടുമുള്ള ജീവിതം അല്പകാലം മാത്രമുള്ളതാണ്. അല്ലേ? നമ്മൾ വഴിയാത്രക്കാർ എങ്ങനെയാണോ വഴിയമ്പലത്തിൽ ഒത്തുകൂടുന്നത് അതേപോലെ ക്ഷണികമാണ്, കുറച്ച് നേരത്തേക്ക് മാത്രമുള്ളതാണ് നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത്. അല്ലേ? രാഗം, ദേശം, മതം, മാത്സര്യം എന്നിവ ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ അവ ഒത്തുചേരുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തെ എന്താ പറയുന്നത്, ചിന്തിച്ചാൽ സ്വപ്ന തുല്യമാണ് നമ്മളുടെ ജീവിതം. ഒരു കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് ചിലപ്പോൾ നമ്മളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് സ്വപ്ന തുല്യമാണ്. ഓക്കെ, അതുകൊണ്ട് മതം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം എന്നീ വികാരങ്ങൾ കടിമപ്പെട്ടാൽ നമ്മളുടെ ജീവിതം നാശത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ വികാരങ്ങൾ നീ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. നമ്മുടെ മുന്നിൽ കാണുന്ന രാജ്യം, ധനം, സമ്പത്ത് എന്നിവ ഉപയുക്തമല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? പിന്നെ നമ്മളുടെ ജീവിതത്തെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് മിന്നൽ പിള്ളൽ പോലെയാണ്, ക്ഷണികമാണ്, നൈമിഷികമാണ്, നിമിഷ നേരത്തേക്കുള്ളതാണ്, അസ്ഥിരമാണ്. മാത്രമല്ല ചുട്ടുപഴുത്ത ഇരുമ്പ് തണ്ടിലേക്ക് ഒരു തുള്ളി വെള്ളം വീണാൽ എങ്ങനെയാണോ അത് അപ്രത്യക്ഷമാവുന്നത് അതേപോലെയും ക്ഷണികമാണ്. മാത്രമല്ല പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട ലോകവും എന്ത് ചെയ്യുന്നു? സുഖങ്ങൾ തേടുന്നു. പിന്നെ ഭാര്യ, പുത്രൻ, മാതാപിതാക്കൾ എന്നിവരോടൊപ്പുള്ള ജീവിതവും നമുക്കെന്താണ്? ജീവിതം അല്പകാലം മാത്രമുള്ളതാണ്. അത് എന്തിനോടെ ഒന്നിച്ചിരിക്കുന്നത്? വഴിയാത്രക്കാർ വഴിയമ്പലത്തിൽ ഒത്തുചേർന്ന് ക്ഷീണമകറ്റി വേർപിരിഞ്ഞു പോകുന്നത് പോലെയും നദിയിലെ തടി കഷ്ണം അതിൻ്റെ ഗതിക്കനുസരിച്ച് ഒഴുകുന്നത് പോലെയുമാണ്. അത് അസ്ഥിരമാണ് ഈ ലോകജീവിതത്തെ. പിന്നെ ഐശ്വര്യം, സമ്പത്ത്, യൗവനം എന്നിവ സ്ഥിരമല്ല, അത് എന്നും നിലനിൽക്കുന്നില്ല, അത് അസ്ഥിരമാണ്. അല്ലേ? അല്പകാലം മാത്രമുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് സ്വപ്ന തുല്യമാണ്, കണ്ണടച്ച നിമിഷ നേരം കൊണ്ട്, അല്ലെങ്കിൽ വെള്ളത്തിലെ നീർക്കോളയ്ക്ക് തുല്യമാണ് എന്ന് പറയാറുണ്ട്. അല്ലേ? വെള്ളത്തിലെ കുമ്പളങ്ങളിങ്ങനെ പോകുമ്പോൾ കാണാൻ വെള്ളത്തിൽ കുമ്പളുണ്ടാവും, അത് പൊട്ടും വേറെ പുതിയ കുമ്പളപ്പത്തനെ ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിലെ നീർക്കുമ്പളയ്ക്ക് തുല്യമാണ് ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതം. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ സ്വപ്ന തുല്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമ്മളാരും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നതാണ് വാസ്തവം. അല്ലേ? ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പിന്നെ ആരും ജീവിച്ചിരിക്കില്ല അത്രേ. അതുകൊണ്ട് ആരും ജീവിക്കാൻ വേണ്ടിയുള്ളതത്ര, പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ മറ്റൊക്കെ ചിന്തിക്കാനും സ്നേഹിക്കാനും മറന്നു പോകുന്ന ഒരു ആധുനിക തലമുറയിലാണ് നമ്മൾ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ ജീവിതം. പിന്നെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് അല്ലെങ്കിൽ എനിക്ക് നല്ല ശരീരമുണ്ട്, സൗന്ദര്യമുണ്ട്, നല്ല ആരോഗ്യമുള്ള ശരീരമാണ്, ഇതൊക്കെ ചിന്തിച്ച് നമ്മൾ അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, രാജാവാണ് എന്നൊക്കെ പറഞ്ഞാൽ വെച്ചിട്ട് കാര്യമില്ല. കാരണം ഒന്നുകിൽ ഇത് വെറുതെ വെട്ടിയറായി മാറും, അല്ലെങ്കിലോ മണ്ണിൽ പോയിട്ട് കൃഷിയിടങ്ങൾക്ക് ഇതേ മാറുന്നതാണെങ്കിൽ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത്. അല്ലേ? അപ്പം നമ്മുടെ ശരീരത്തെ പ്രതി ചിന്തിച്ച് അഹങ്കരിക്കുന്നതും എന്നല്ല, നന്നല്ല. അല്ലേ? ജീവികൾ എങ്ങനെയാണോ പിന്നെ എന്താ പറയുക, അഹങ്കാരത്തോടെ ജന്തുക്കൾ ഭക്ഷിച്ചിട്ട് അത് കാഷ്ടായി പോകുന്നത് പോലെ നമ്മുടെ ശരീരം ഒന്നുകിൽ എന്താവുന്നു? വെണ്ണീറാവുന്നു, അല്ലെങ്കിൽ കൃമികീടങ്ങൾക്ക് വിധേയമാകുന്നു, അല്ലെങ്കിൽ അത് കൃമികീടങ്ങളാക്കി മാറുന്നു. കൃമികീടങ്ങൾക്ക് ഭക്ഷണമായി തീരുന്നു നമ്മുടെ ശരീരം. അല്ലേ? പിന്നെ അതിനാൽ നമ്മുടെ ശരീരത്തെ പ്രതിയുള്ള അത്യാഗ്രഹം നന്നല്ല. അല്ലേ? എനിക്ക് മറ്റുള്ളവരോട് ഏറ്റുമുട്ടാൻ, അല്ലെങ്കിൽ ഞാൻ ശക്തനാണ്, ദൃഢപാത്രനാണ്, സൗന്ദര്യമുള്ളവരാണ്, എനിക്ക് മറ്റുള്ളവരെ ഏറ്റുമുട്ടാൻ കഴിയും. നമ്മുടെ ശരീരത്തെ പ്രതി അഹങ്കരിക്കുന്നത് നന്നല്ല.
പിന്നെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മളുടെ ശരീരം അല്ലേ. അസ്ഥി, ഗോത്രം, മലം, കൊക്ക് എന്നിവയാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം അല്ലേ. പഞ്ചഭൂതങ്ങളാൽ ഇപ്പോൾ ലോകത്തിൽ പഞ്ചഭൂതങ്ങളുണ്ട് അല്ലേ. മണ്ണ്, വായു, തീ, ആകാശം, വെള്ളം അല്ലേ. ഇതൊക്കെ ഈ പഞ്ചഭൂതങ്ങളാൽ പ്രകൃതി നിർമ്മിതമാണ്. അതേപോലെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരവും നിർമ്മിതമാണ്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഈ ശരീരം എന്താ പറയുക, പരിണാമിയായ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ ശരീരം എന്താണ്, വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവനാണ് അല്ലെ. വികാരങ്ങളാണ് നമ്മളെ മുന്നിലേക്ക്, അതായത് നമ്മുടെ നാശത്തിലേക്ക് നയിക്കുന്നതാണ് വികാരങ്ങൾ. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോപമാണ്. കോപം എന്ന വികാരമാണ് നമ്മുടെ നാശത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ശരീരം വികാരങ്ങൾക്ക് അടിമപ്പെടുന്നതാണ്. ശരീരത്തെ പ്രതിയുള്ള ശക്തിയിൽ അഹങ്കരിച്ച് നമ്മൾ ഈ ലോകത്തെ മുഴുവൻ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദഹിപ്പിക്കാമെന്ന് ചിന്തിച്ചാൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് അല്ലേ. എനിക്ക് ലോകത്തെ മുഴുവൻ ചുറ്റും ചാമ്പലാക്കാനുള്ള സമ്പത്തുണ്ട്, ശേഷിയുണ്ട് എന്ന് നമ്മൾ പറയുന്നതുകൊണ്ടാണ് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ ഇല്ലാതാക്കാനോ ഒരു ജീവിയെ പോലും കൊല്ലാനുള്ള അധികാരം നമുക്കില്ല. അത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അറിവില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താ പറയുക, മനുഷ്യൻ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് തോന്നലുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് എന്താ പറയുക, തിരിഞ്ഞു നോക്കാനോ, അപ്പോൾ നമ്മൾ ജീവിതത്തിൽ കുറേ ദൂരം മുന്നോട്ട് സഞ്ചരിച്ചിട്ട് ആരും അവിടെ ചെന്ന് തിരിഞ്ഞു നോക്കാറില്ല. ഞാൻ ഇത്രയും ദൂരം നടന്നാണോ വന്നത് നോക്കാറില്ല. അതേപോലെ തന്നെയാണ് ജീവിതം. നമ്മൾ ജീവിതത്തിൽ മുന്നേറുമ്പോൾ അതൊന്നും ഒരിക്കലും നമ്മൾ ഇത്രയും കാലം അല്ലെങ്കിൽ ജീവിച്ചു പോകുന്നത് അതിലെന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്തായിരിക്കും, വട്ടപൂജയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, വെറും സീറോ ആയിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം ജീവിച്ചു എന്നല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു നന്മയും ചെയ്തിട്ടുണ്ടാവില്ല. അത് നോക്കുമ്പോൾ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് വെറും വട്ടപൂജ്യം ആയിരിക്കും. അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നുമില്ല. കാരണം നേടിയെടുത്തിട്ടും കാര്യമില്ല. ഈ ജീവിതം ക്ഷണികമാണ്, അശ്വരമാണ്, നൈമിഷികമാണ്, അസ്ഥിരമാണ് അല്ലേ, സ്ഥിരമല്ലാത്തതാണ്. അപ്പോൾ എന്ത് കണ്ടിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അഹങ്കരിക്കാൻ പാടില്ല. ദേഹാഭിമാനം കൊണ്ടുള്ള രോഷമാണ് ഇവിടെ ലക്ഷ്മണൻ പ്രകടമാക്കുന്നത്. ദേഹാഭിമാനം, എനിക്ക് എല്ലാവരെയും ശത്രുക്കളെ പോലും ഇല്ലാതാക്കാൻ കഴിയും, ദേഷ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ കഴിയും എന്നുള്ള ദേഹത്തെ പ്രതിയുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ലക്ഷ്മണൻ ഇങ്ങനെ കോപം കൊള്ളുന്നത്. ശരീരമാണ് എന്നെല്ലാം ചിന്തിക്കും മനുഷ്യരുടെ ആഗ്രഹങ്ങൾ പെരുകുന്നത് അല്ലേ. നമുക്ക് ആശയുള്ളിടത്താണ് നിരാശ ഉണ്ടാകുന്നത് അല്ലേ. ആഗ്രഹം ഉണ്ടാകുമ്പോൾ അവിടെ സ്വാഭാവികമായും നിരാശ ഉണ്ടാകുന്നു. അപ്പോൾ ആശിക്കാതിരിക്കാൻ നമുക്ക് എന്തുണ്ടാവില്ല, നിരാശ ഉണ്ടാവില്ല. നമുക്ക് ഒരാഗ്രഹം മനസ്സിലുണ്ടായി, അത് ആ ആഗ്രഹം നിറവേറ്റി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരും അല്ലേ. മനുഷ്യ സഹജമാണ്, എല്ലാവർക്കും അതാണ്. ചിലപ്പോൾ ആഗ്രഹങ്ങൾ നിറവേറ്റാതെ പോകാം അല്ലേ. അപ്പോൾ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവാം, നിരാശ ഉണ്ടാവും അല്ലേ. ആഗ്രഹങ്ങൾ ഒന്നിപ്പിറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അജ്ഞാനത്തിൻ്റെ കാരണം എന്താണ്, അറിവില്ലായ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അജ്ഞാനത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് രാമൻ പറയുന്നത് ആഗ്രഹങ്ങളാണ് അല്ലേ. ആഗ്രഹങ്ങൾ മുന്നിൽ വന്നാൽ കണ്ണു അടച്ച് എന്ത് ക്രൂരതയും ചെയ്യാൻ ഇന്നത്തെ മനുഷ്യ സജ്ജന്മാർ തയ്യാറാണ് അല്ലേ. കൊലപാതകം ചെയ്യും അല്ലേ, എന്ത് കുറ്റം ചെയ്യാനും അവർ തയ്യാറാണ്. ഇതിനു വേണ്ടിയിട്ട് ആഗ്രഹങ്ങൾ സഫലീകൃതമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സാധിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അജ്ഞത എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആഗ്രഹങ്ങളുടെ മുന്നിൽ നമ്മുടെ അറിവില്ലായ്മയാണ് അല്ലെങ്കിൽ അജ്ഞതയാണ്. അജ്ഞാനത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, രാമൻ പറയുന്നത് ആഗ്രഹങ്ങളാണ്. ശരീരമല്ല ആത്മാവാണെന്നും ആഗ്രഹങ്ങളെ നശിപ്പിക്കുന്നത് വിദ്യ അല്ലെ അറിവാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ആഗ്രഹം അല്ലെ, അറിവുള്ളവനെ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ അറിവില്ലായ്മയാണ് നമ്മളെ ഓരോ വലിയ തെറ്റിലേക്കും കൊണ്ടുചെന്നെത്തിക്കുന്നത്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മളാരും അതേക്കുറിച്ച് നല്ലതാണോ ചീത്തയാണോ ചിന്തിക്കാറില്ല. ചെയ്തതിന് ശേഷമാണ് അത് ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടിയിരുന്നത് നമുക്ക് തോന്നാറുണ്ട്. എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അല്ലേ. മനുഷ്യർക്ക് എല്ലാവർക്കും ജന്മസിദ്ധമായിട്ടൊന്നാണ്. ആരും പറഞ്ഞു തന്നെ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലെന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. അതൊക്കെ മനുഷ്യ സഹജമാണ് എന്നാണ് രാമൻ പറയുന്നത്. അതിനാൽ മോക്ഷം ആഗ്രഹിക്കുന്നവർ ഏകാഗ്രതയോടെ എന്ത് ചെയ്യണം പറഞ്ഞത്, വിദ്യ നേടുന്നതിനുള്ള ആഗ്രഹത്തോടെ ജീവിക്കണം അല്ലെങ്കിൽ കഴിയണം. കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയവ എന്താണ്, നമ്മളുടെ ശത്രുക്കളാണ്. കാമം എന്ന് പറയുന്നത് അത്യാസക്തി, നിങ്ങളുടെ അമിതമായ ആസക്തി തോന്നുക, അതാണ് കാമം. ക്രോധം എന്ന് പറയുന്നത് ദേഷ്യമാണ്.
ലോഭം എന്ന് പറയുന്നത് അത്യാഗ്രഹമാണ്. മോഹം എന്ന് പറയുന്നത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം, അതാണ് മോഹം എന്ന് പറയുന്നത്. അപ്പം തുടങ്ങിയവ എന്താണ്? നമ്മളുടെ ശത്രുക്കളാണ്, നമ്മുടെ നാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. മനസ്സിലാക്കുക. മോക്ഷപ്രാപ്തിക്ക് തടസ്സം നിൽക്കാൻ സൃഷ്ടിക്കുവാൻ തക്ക ശക്തി എന്തിനുണ്ട്? ക്രോധത്തിനുണ്ട്. അപ്പം നമുക്ക് മോക്ഷം ലഭിക്കുന്നതിൽ ഏറ്റവും വിറ്റ് നിൽക്കുന്നത് അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്നത് എന്ന് പറയുന്ന വികാരമാണ് ഏത്? ക്രോധം ഏതാണ്? വികാരമാണ് നമ്മളുടെ മോക്ഷപ്രാപ്തിക്ക് തടസ്സം നിൽക്കുന്ന വികാരം. അപ്പോൾ ക്രോധത്തിന് അച്ഛനെയും അമ്മയെയും സഹോദരനെയും സ്നേഹിതനെയും ഭാര്യയെയും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ക്രോധം മൂലം ഇല്ലാതാക്കുന്നു. അപ്പോൾ നമ്മൾ നിത്യേന കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അത്തരം വാർത്തകളാണ് അല്ലേ? അതായത് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ ദൈനംദിനം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇത്തരം വാർത്തകളാണ്. മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു അല്ലേ? അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഒരു വികാരത്തിന് അടിമപ്പെടുന്നത്. കാമാവാം, ക്രോധാവാം, ലോഭാവാം, മോഹാവാം, എന്തും ആവാം അല്ലേ? ഓരോ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇല്ലാതാക്കുന്നു. ക്രോധം മനോദുഃഖത്തിന് കാരണമായി തീരുന്നു. മനസ്സിൽ ദുഃഖത്തിന് കൂടി ഈ ക്രോധം കാരണമായി തീരുന്നു. ഒരു കാര്യം നമ്മൾ ചെയ്തു അല്ലേ? ഒരരിശത്തിന് കെട്ടിച്ചാടിയതിന് 9 അരിശം വന്നാൽ അത് കയറാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ 9 പ്രാവശ്യം ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ കെട്ടിച്ചാടാൻ ഞാൻ പോയി കെട്ടിച്ചാടി പിന്നെ നമ്മളവിടെ കളത്ത് തന്നെ രക്ഷപ്പെടുത്തണേന്ന് വിളിച്ച് പോകുമ്പോൾ അറിയുന്നൊക്കെ വന്നിട്ട് വേണം നമ്മളെ രക്ഷപ്പെടുത്തണമെങ്കിൽ. പക്ഷേ നമുക്ക് ചാടിപ്പോൾ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ 9 പ്രാവശ്യം ചിന്തിച്ചാൽ 9ാമത്തെ പ്രാവശ്യം നമ്മളത് തിരിഞ്ഞു പോകട്ടെ. കാരണം നമ്മളവരങ്ങനെ ചിന്തിക്കാറില്ല. വെട്ടൊന്നും മുറിയിലുണ്ട്. എന്നാൽ എന്താ പറയുക, അതിനോട് യോജിക്കുന്നവരാണ് എല്ലാവരും. അല്ലെങ്കിൽ നമ്മൾ എന്താണോ മനസ്സിലാക്കുക അതേപോലെ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ക്രോധം നമുക്ക് എന്താകുന്നു? മനോദുഃഖത്തിന് കാരണമാകുന്നു. ജീവിതത്തെ ദുഃഖത്തിന് തുല്യമാക്കി തീർക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം നിരാശയാണ്, ദുഃഖമാണെന്നൊക്കെ പറയാനുള്ള കാരണം എന്താണ്? ഒന്നുകിൽ അത്യാഗ്രഹമാവും, അല്ലെങ്കിൽ എന്താവും? കോപമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വികാരം നമ്മളെ അടിമപ്പെടുത്തുമ്പോഴാണ് നമ്മളുടെ ജീവിതം എന്തിലേക്ക് പോകുന്നത്? നിരാശയിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്ന വികാരം കൂടിയാണ് എന്ത്? ക്രോധം എന്നാണ് ശ്രീരാമൻ ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അറിവുള്ളവർ എന്ത് ചെയ്യണം? ക്രോധം എന്ന വികാരത്തെ ഉപേക്ഷിക്കണം. അപ്പോൾ ഈ ക്രോധം എന്ന വികാരമാണല്ലോ ലക്ഷ്മണനെ എന്താ പറയുക രോഷാകുലനാക്കി നിർത്തുന്നത്. അപ്പോൾ ക്രോധം എന്ന വികാരം ഇല്ലാതാക്കുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലോകത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കാം. യുദ്ധമില്ലാത്ത ശാന്തിയുള്ള ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ലോകമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ലോകത്തെ സൃഷ്ടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ക്രോധത്തെ നമ്മൾ ഇല്ലാതാക്കണം. അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതത്തെ രാമൻ എന്തെല്ലാം കാര്യങ്ങളോടാണ് ഒന്നിച്ചിരിക്കുന്നത്? അത് ഏതെല്ലാം വസ്തുക്കളോടാണ് ഒന്നിച്ചിരിക്കുന്നത്? ജീവിതം എങ്ങനെയാണ്, ഏത് വികാരത്തെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്? പിന്നെ ഐശ്വര്യ സമ്പത്ത്, രാജ്യം, ധനം എന്നിവ നമുക്ക് വിരുദ്ധമല്ലാണ്ട് ഗുണമാണുള്ളത്. ഐശ്വര്യ സമ്പത്തും യൗവനം എന്നിവ കാലാകാലം നിലനിൽക്കുന്ന ഒന്നല്ല, അത് നഷ്ടപ്പെടുന്നതാണ്. മാത്രമല്ല ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് രാമൻ പറഞ്ഞ എന്താണ്? മിന്നൽ പിണർ പോലെ ക്ഷണികമാണ്, നശ്വരമാണ്, ശാശ്വതമല്ല. മാത്രമല്ല ചുട്ടുപഴുത്ത ഇരുമ്പ് തണ്ടിലേക്ക് വെള്ളത്തുള്ളികൾ നിന്നാൽ എങ്ങനെയാണോ അത് അപ്രത്യക്ഷമാകുന്നത് അതേപോലെ ക്ഷണികമാണ്. പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട ലോകവും സുഖങ്ങൾ തരുന്നു. ഭാര്യ, മക്കൾ, ബന്ധുമിത്രാദികൾ എന്നിവരോടൊപ്പമുള്ള ജീവിതം വളരെ ക്ഷണികമാണ്, അസ്ഥിരമാണ്. അതിനെ ഉപമിച്ചിരിക്കുന്നത് വഴിയാത്രക്കാർ വഴിയമ്പലത്തിൽ ഒത്തുചേർന്ന് ക്ഷീണമകറ്റി വഴിതിരിഞ്ഞു പോകുന്നത് പോലെയും നദിയിലെ ഗതിക്കനുസരിച്ച് എഴുതുന്ന തടിക്കഷ്ണം പോലെയും അസ്ഥിരമാണ് ഭൂമിയിലെ ജീവിതം. സ്ഥിരമല്ല. കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ ശേഷിക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഇങ്ങനെ ദേഷ്യത്തോടും നമ്മൾ പരസ്പരം ശത്രുതയോടും കൂടി ജീവിക്കുന്നത്? നമുക്ക് സ്നേഹത്തോടെ ജീവിക്കുമ്പോഴാണ് അവിടെ മനുഷ്യനായി മാറുന്നത് എന്നതിൻ്റെ അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നു. പിന്നെ നശ്വരതയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീരാമൻ എന്തെല്ലാം കാര്യങ്ങളാണ് ലക്ഷ്മണനോട് പറഞ്ഞത് എന്ന് പറയുന്നത്. കൃഷ്ണ ലക്ഷ്മണ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചാണ് ശ്രീരാമൻ പറഞ്ഞത്. നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്ന രാജ്യം, സമ്പത്ത്, ശരീരം, ലോകവും എല്ലാം നമുക്ക് ഉപയുക്തമല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഭോഗങ്ങൾ അഥവാ ആഗ്രഹങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി, അതായത് വെള്ളത്തിൽ കുമിള എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതേപോലെ നമ്മുടെ ഭോഗങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു മോഹം എത്തുമ്പോൾ മറ്റേ മോഹം ചെയ്യുന്ന പ്രത്യക്ഷമാകുന്നു. വീണ്ടും മോഹം ഉണ്ടാവും, അതെത്തുമ്പോൾ വീണ്ടും അടുത്ത മോഹം തലവെക്കും. അങ്ങനെ മോഹങ്ങൾ എന്താണ്? വരുമ്പോൾ ഒരു മോഹം എത്തുമ്പോൾ വേറെ മോഹം അപ്രത്യക്ഷമാകുന്നു. ആഗ്രഹങ്ങൾ അവസാനിക്കാതെ എന്ത് ചെയ്യുന്നു? ജീവിതാന്ത്യം വരെ നമ്മെ പിന്തുടരുന്നു. ചുട്ടുപഴുത്ത ലോകത്തെ
തലയിൽ ഒരു തുള്ളി വെള്ളം വീണാൽ ക്ഷണനേരം കൊണ്ട് ഇല്ലാതാവുന്നത് പോലെയും ക്ഷണികമാണെന്ന് മനുഷ്യജന്മം എന്ന് പറയുന്നത്. റാമിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തെ സ്വീകരിക്കാൻ വെക്കുന്നത് പോലെ കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട ലോകവും സുഖങ്ങൾ തരുന്നു. ചിന്തിച്ചാൽ പുത്രൻ, സുഹൃത്ത്, ഭാര്യ എന്നിവരോടൊത്തുള്ള ജീവിതം അല്പകാലം മാത്രം നിലനിൽക്കുന്ന ഒന്നാണ്. വഴിയാത്രക്കാർ വഴിയമ്പലത്തിൽ ഒത്തുചേർന്ന് അല്പകാലം കഴിഞ്ഞ് വേർതിരിഞ്ഞു പോകുന്നത് പോലെ നദിയിലെ തടി കഷ്ണങ്ങളിൽ ഗതിക്കനുസരിച്ച് ഒഴുകുന്നത് പോലെയുമാണ് ഈ ലോകത്തിൽ പരസ്പരം ഒത്തുചേർന്ന് നാം ജീവിക്കുന്നത്. മനുഷ്യ ജീവിതം അല്പകാലം മാത്രമുള്ളതാണ്. ഐശ്വര്യം, സമ്പത്ത്, യൗവനം എന്നിവ സ്ഥിരമായി നിലനിൽക്കില്ല. ഭാര്യയോടും കുടുംബത്തോടുമൊക്കെയുള്ള ജീവിതം അല്പകാലം മാത്രമുള്ളതാണ്. ആയുസ് എന്ന് പറയുന്നത് നിശ്ചിത കാലം നിലനിന്ന് അവസാനിക്കുന്ന ഒന്നാണിത്. ആയുസ് എന്ന് പറയുന്നത് രാഗം, ദേശം, മതം, മാത്സര്യം എന്നിവ, ലോഭം തുടങ്ങിയവ എന്ത് ചെയ്യണം? ഒന്നിച്ചു ചേർന്ന് ചിന്തിച്ചാൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് സ്വപ്നതുല്യമാണ്. ഇതൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം എന്താണ്? സ്വപ്നതുല്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലോ നരകതുല്യമാണ്. അപ്പോൾ ഇതൊക്കെ ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം എന്തായി മാറുന്നത്? സ്വപ്നതുല്യമായി മാറുന്നത് എന്ന് കൂടി രാമൻ ലക്ഷ്മണനെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിൻ്റെ നിസ്സാരതയെ കൂടി വെളിപ്പെടുത്തുന്നു. പ്രബോധനപരമായ ഇത്തരം വാക്കുകളാണ് രാമനിൽ നിന്നും ലക്ഷ്മണനോട് അദ്ദേഹം പറയുന്നത്. ഓക്കെ, കുറച്ച് സന്ധി സമാസം കൊടുത്തിട്ടുണ്ട്. വെടിഞ്ഞെന്നുടെ, വെടിഞ്ഞ് പ്ലസ് എന്നുടെ, അവിടെ ലോപിക്കുകയാണ്, അക്ഷരം ലോപിക്കുകയാണ് ചെയ്തത്. അവളുടെ ലോപസന്ധിയാണ്. മത്സരാദ്യം, മത്സര പ്ലസ് ആദ്യം, ആ എന്ന അക്ഷരം ലോപിച്ച് അവിടെ ദീർഘമാണ്. അതുകൊണ്ട് സവർണ ദീർഘ സന്ധി. എന്നെ കുറിച്ചുള്ള, എന്നെ പ്ലസ് കുറിച്ചുള്ള അക്ഷരം അവിടെ ഇരുത്തിച്ചു. അതുകൊണ്ട് ദ്വിത്വസന്ധി. ഭോഗങ്ങൾ, ഭോഗം പ്ലസ് കൾ, അനുസാരത്തിന് ശേഷം സ്വരാക്ഷരം അതുകൊണ്ട് ആദേശമാണ്. കാഷ്ടങ്ങൾ, കാഷ്ടം പ്ലസ് കൾ, അവിടെയും അനുസാരത്തിന് ശേഷം സ്വരാക്ഷരം വന്നുകൊണ്ട് ആദേശമാണ്. ജന്തുക്കൾ, അവിടെ അക്ഷരം ഇരുത്തിച്ചു. അതുകൊണ്ട് ദ്വിത്വസന്ധി. നന്നല്ല, നന്ന് പ്ലസ് അല്ല, ആ എന്ന അക്ഷരം ലോപിച്ചു. അതുകൊണ്ട് ലോപസന്ധിയാണ്. ക്രോധം അറിയിക്കലോ, ക്രോധം പ്ലസ് അറിയിക്കലോ, അവിടെ ആദേശമാണ്. ഇപ്പം സമാസം കൊടുത്തിട്ടുണ്ട്. വാത്സല്യ പൂരം, വാത്സല്യത്തിൻ്റെ പൂരം. ൻ്റെ അല്ലെങ്കിൽ വന്നാൽ സംബന്ധിക തൽപുരുഷൻ. ക്ഷണപ്രഭ ചഞ്ചലം, ക്ഷണപ്രഭ പോലെ ചഞ്ചലം, പോലെ വന്നിട്ട് ഉപമ തൽപുരുഷ, ഉപമിത സമാസം. ക്ഷണപ്രഭ ചഞ്ചലം. വഹ്നി സംതപ്തം, വഹ്നിയാൽ സംതപ്തം, ആൾ വന്നാൽ പ്രയോജിക തൽപുരുഷൻ. മർത്യജന്മം, മർത്യൻ്റെ ജന്മം, വന്നാൽ സംബന്ധിക തൽപുരുഷൻ. സ്വപ്ന സമാനം, സ്വപ്നത്തിന് സമാനം, അഴിഞ്ഞ് വന്നാൽ ഉദ്ദേശിക തൽപുരുഷൻ. കളത്രസുഖം, കളത്രക്കാസുഖം, ആൾ വന്നാൽ പ്രയോജിക്കുകയാണ്. സ്വപ്നതുല്യം, സ്വപ്നത്തിന് അല്ലെങ്കിൽ വന്നാൽ ഉദ്ദേശിക തൽപുരുഷൻ. ദേഹാഭിമാനം, ദേഹത്ത, ആൾ വന്നാൽ ഏതാണ്? പ്രയോജിക തൽപുരുഷൻ. അസാധ്യം എന്നുള്ള അസാധ്യം ഓപ്പോസിറ്റ് ഓഫ് അസാധ്യം സാധ്യമാണ്. സത്യം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് അസത്യമാണ്, അല്ലെങ്കിൽ മിഥ്യം എന്നെഴുതാം. ലാഭം ഓപ്പോസിറ്റ് ഓഫ് ലാഭം നഷ്ടമാണ്. വിയോഗം ഓപ്പോസിറ്റ് വിയോഗം സംയോഗമാണ്. ജ്ഞാനം എന്നുള്ളതിന് അജ്ഞാനമാണ്. തവ മീൻസ് മമ. ശത്രു എന്നുള്ളത് വൈരി, വിഭു, പരൻ, ദുർഗത്ത് എന്നൊക്കെ പറയാം. വിഘ്നം എന്ന് പറഞ്ഞാൽ തടസ്സം അല്ലെങ്കിൽ പ്രതിബന്ധം അല്ലെങ്കിൽ പ്രത്യൂഹം എന്നൊക്കെ പറയുന്ന തടസ്സത്തിൻ്റെ പര്യായങ്ങളാണ്. ക്രോധം, കോപം, പ്രതികം, ആമർഷം, ഭട്ട്, കൃത്ത് എന്ന് പറയുന്നതും ക്രോധത്തിലാണ്. മാതാവ്, അമ്മ, ജനനി, ജനയിത്രി, ജനനി, തായ, പ്രസ്യ എന്ന് പറഞ്ഞത് അമ്മയാണ്. അച്ഛൻ എന്നുള്ളത് താത, താതൻ, ജനകൻ, ജന്മദാതാവ്, ജനയിതാവ് എന്ന് പറഞ്ഞാൽ പിതാവ് എന്നിവയൊക്കെ പിതാവിൻ്റെ പര്യായങ്ങളാണ്. ഭ്രാതാവ് മീൻസ് സഹോദരൻ എന്നാണ് അർത്ഥം. ഭ്രാതാവ്, സഹോദരൻ, സഹജൻ, സഹോദരൻ എന്നൊക്കെ പറഞ്ഞാൽ സഹോദരൻ. സഖി മീൻസ് സ്നേഹിത, ആളി, വയസ്യ. സ്നേഹിത, ആളി, വയസ്യൊക്കെ സഖിയുടെ പര്യായങ്ങളാണ്. അവിദ്യ മീൻസ് അജ്ഞാനം, അജ്ഞാനം അല്ലെങ്കിൽ മൗഢ്യം, അഹമ്മതി അല്ലെങ്കിൽ അഹങ്കാരം എന്നൊക്കെ പറയാം. ബുദ്ധി എന്നുള്ള മനീഷ, ദി, ഭീഷ്ണ. ബുദ്ധി, മനീഷ, ദി, ഭീഷ്ണ. രക്തം, ചോര, രുധിരം, ലോഹിതം, രോഹിതം, ശോഭിതം എന്നൊക്കെ പറഞ്ഞാലും രക്തം തന്നെയാണ്. അസ്ഥിക്ക് എല്ലി, കീടസം, കല്യം. മണ്ണ്, മൃത്ത്, മൃത്തിക. നരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ രാജാവ്, നിർവൻ, അരജൻ, ഭൂപതി, മന്നൻ എന്നൊക്കെ പറയാം.
ജന്തുവിന് ചേതനം, ജന്മി, ജന്യു, ശരീരം പറഞ്ഞാലും എന്താണ് ജന്തു എന്നാണ്. ദേഹത്തിന് ശരീരം, ഗാത്രം, കളേബരം, ബബുസ്, മേനി, മെയ്യ, കുറമുട്ടൽ, കുറേ വേർഡുകൾ ചെറിയ ക്ലാസ് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്മണൻ, ശ്രീലൻ, ലക്ഷ്മിവാൻ, ശ്രീമാൻ. ലക്ഷ്മി പറഞ്ഞാൽ പത്മ, കമല, ശ്രീ, ഇന്ദിര കേട്ടോ. ആലയം, വീട്, ഗൃഹം, ഗേഹം. പാന്തൻ എന്ന് പറഞ്ഞാൽ വഴിപോക്കർ, ആത്തക്കർ അല്ലെങ്കിൽ പതിക്കർ. കളത്രം ഭാര്യ, പത്നി. പുത്രൻ, ആത്മജൻ, മകൻ, തനയൻ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭോജനം, ആഹാരം, ന്യാസം എന്ന് പറയാം. ദർഭം മീൻസ് തവള, മണ്ണൂകം, ശാർദൂരം, പ്ലവങ്കം, പ്ലവകം. ഗണം എന്ന് പറഞ്ഞാൽ കണ്ടം, കഴുത്ത്, ഗ്രീവം. ചക്ഷുസ്രവം എന്ന് പറഞ്ഞാൽ പാമ്പ്, നറന്തം, സർപ്പം, വ്യാളം, ഫണി, കുരകൾ എന്നൊക്കെ പറഞ്ഞാലും പാമ്പ് തന്നെയാണ്. മീനിയെ. മർത്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മാനവൻ, നരൻ, മർത്യൻ. അമ്പു എന്ന് പറഞ്ഞാൽ ജലമാണ്, സലിലം, തോയം, പയസ്. വഹ്നി പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥം. വഹ്നി, ജ്വലനൻ, പാവകൻ, ദഹനൻ, വായുസകൻ. ഭർത്തി എന്ന് പറഞ്ഞാലും എന്താണ് വഹ്നി എന്നാണ് അർത്ഥം. വാക്ക് ഉക്തി, ഉചിതം, ഭാഷിതം കേട്ടോ. ഉക്തി, ഉചിതം, ഭാഷിതം. വചനം, വജസ്, വാണി എന്നൊക്കെ പറഞ്ഞാലും വാക്കിനാണ് അർത്ഥം. രാജ്യത്തിന് ജനപദം, ചക്രം, നിവൃതം. ദേഹത്തിന് ശരീരം, തനി, ഗാത്രം, കളേബരം എന്നൊക്കെ പറയാം. വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം, ജഗത്ത്, ഭൂമനം. ധനം, ദ്രവ്യം, വിത്ത്, ഹിരണ്യം, അർത്ഥം, സ്വത്ത്, സമ്പത്ത് എന്നൊക്കെ പറയാം. സത്യത്തിന് ഋതം, സത്യം എന്നാണ് കേട്ടോ. പര്യായപദങ്ങളും സന്ധി സമാസവും ക്വസ്റ്റ്യൻസും ഒക്കെ നന്നായി പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. കാരണം സ്കൂളിൽ പോകുന്നതിന് മുന്നേ എടുത്ത ചാപ്റ്ററാണ്. കാരണം അത് ഒരു വർഷമൊക്കെ മാറിയിട്ടുണ്ടാവാം അല്ലേ. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.